നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 26 രാവിലെ 5:10 AM ശുക്രൻ രാശി മാറുന്നു, മേടം രാശിയിലേക്ക്. പിന്നെ കലണ്ടറിൽ കിടക്കുന്നത് ഈ 25-ാം തീയതിയാണ് ശുക്രൻ മാറുന്നത്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ടൈം വെച്ച് നോക്കുമ്പോൾ മാർച്ച് 26 രാവിലെ 5:10 AM രാശി മാറുന്നത് ശുക്രൻ മേടം രാശിയിലേക്കാണ്. മേടം രാശിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനിയുടെ നീചരാശിയാണ്. അതുകൂടാതെ സൂര്യൻ്റെ ഉച്ചരാശിയുമാണ്. അപ്പോൾ അത്ര വലിയ സുഖകരമായിട്ടുള്ളൊരു രാശിയിലേക്കല്ല ശുക്രൻ രാശി മാറുന്നത്. മാർച്ച് 26 രാശി മാറി. പിന്നെ രാശി മാറുന്നത് ഏപ്രിൽ 19 അപ്പോൾ മാർച്ച് 26 ഏപ്രിൽ 19 ഇടയിൽ മുഴുവൻ രാശിക്കാർക്കും മാത്രമല്ല, കേരളത്തിനും ഇന്ത്യയിലും ഒക്കെ തന്നെ സമ്പദ് രംഗവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാതെ ചൊവ്വ മാറുന്നുണ്ട് ഏപ്രിൽ 2. അപ്പോൾ അത് വരുന്നത് ഈ സൂര്യൻ്റെയും ശനിയുടെയും കൂടാണ് ചൊവ്വ വരുന്നത്. അപ്പോൾ അതും ഈ ശുക്രൻ ഈ കാലഘട്ടത്തിൽ അത്ര സുഖകരമായിട്ടുള്ള നിലയിലല്ല നിൽക്കുന്നതും. അത് എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ഏപ്രിൽ 2 തൊട്ട് പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും, അതുമാത്രമല്ല വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഗ്യാസ് കിട്ടാത്ത ഒരവസ്ഥയാണ്. ഓക്കെ, അതായത് പണം ചിലരൊക്കെ 5000 രൂപ വരെ ഒരു കുറ്റിക്ക് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഈ നരേന്ദ്രമോദിയുടെ ഒരു സിസ്റ്റം ഈ ഡിജിറ്റൽ സിസ്റ്റം വഴിയാണ് ഇത് ഗ്യാസൊക്കെ പോയി വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസ് വിതരണം ചെയ്യുന്നവർക്ക് എന്തെങ്കിലും കരിഞ്ചന്തയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും നടക്കത്തില്ല. അപ്പോൾ കാശ് കൊടുത്താലും ഇത് കിട്ടാത്ത അവസ്ഥ. ഓക്കെ, അത് കൂടാതെ എല്ലാത്തിനും വില കയറാൻ പോവുകയാണ്. യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഡീസലിന് വില കൂടും, ഡെഫിനറ്റാണ്, 100%. അപ്പോൾ ഇൻഫ്ലേഷൻ, അത് ഒരുപക്ഷെ ഹൈപ്പർ ഇൻഫ്ലേഷനിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കാണിക്കുന്നത് സംഭവം പ്രശ്നങ്ങൾ അധികരിക്കുമെന്ന് തന്നെയാണ്. അത് പൊതുവായിട്ടുള്ള. പിന്നെ ഇത് കൂടാതെ ഞാൻ ഈ ചൊവ്വ മാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, വേറെ പൊതുവിലൊരു പ്രവചനം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ശുക്രൻ വരുന്നത് അത്ര സുഖകരമായിട്ടുള്ള സ്ഥലത്തല്ല. നിങ്ങൾക്കറിയാം, 12 രാശിയിൽ 12 ഭാവങ്ങളിൽ 9 ഭാവങ്ങളിലും ശുക്രൻ അനുകൂലമായിട്ടുള്ള ഫലം തരും. അപ്പോൾ അത് 9 രാശിയെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല. മറിച്ച് ഏറ്റവും കൂടുതൽ നേട്ടം വരുന്ന 4 രാശിക്കാരുടെ കാര്യം മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ശുക്രൻ കൊണ്ട് നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഏകദേശം അറിയാം. ധനപരവ് പല രീതിയിൽ വരും. പിന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ചയുണ്ടാവും. പിന്നെ അല്പം സൗന്ദര്യം കൂടിയെന്ന് വരും. പിന്നെ തീർച്ചയായിട്ടും നിരവധി ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം, വാഹനലാഭം ഉൾപ്പെടെ നിരവധി ലാഭങ്ങൾ ശുക്രൻ പ്രദാനം ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ശുക്രൻ മാത്രം അനുകൂലമായിട്ട് കാര്യമില്ല. അതിനോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ അനുകൂലാവസ്ഥ വരുന്നെങ്കിൽ ശുക്രനും നല്ല രീതിയിൽ കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റത്തുള്ളൂ, അനുഗ്രഹങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ശനിയുടെ നീചരാശിയാണ്. അതായത് ശുക്രൻ്റെ മിത്രമാണല്ലോ ശനി. അതുകൂടാതെ അത് ഒരു വലിയ നെഗറ്റീവ് പോയിൻ്റാണ്. അതുകൂടാതെ സൂര്യൻ്റെ ഉച്ചക്ഷേത്രം, സൂര്യൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ്റെ ശത്രുവാണ്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ ചെറിയ പ്രശ്നമാണ്. പിന്നെ അതിൻ്റെ കൂടെ ഈ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ചൊവ്വയും വശപ്രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും, എല്ലാ രാശിക്കാർക്കും മാത്രമല്ല, കേരളീയർക്കും ലോകത്തിന് തന്നെ, ഇന്ത്യക്ക് മൊത്തം ഇപ്പോൾ
ഇന്ത്യയുടെ കടം, മൊത്തം കടം 351 ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു. ഡോളറിൻ്റെ വില 93.28 വരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അത് 93 2 പൈസ മറ്റമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ വരുന്നു. അതായത് സമൂഹത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന തരത്തിൽ. സമൂഹത്തിനെ നിയന്ത്രിക്കുന്ന ആരാണ്? പ്രപഞ്ചശക്തി, ഈശ്വരൻ. ഈശ്വരൻ പറയുന്ന ഇതാണ്: നിങ്ങൾക്ക് ആവശ്യത്തിലധികം പ്രകൃതി സമ്പത്ത് തന്നിട്ടുണ്ട്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഉപയോഗിക്കാത്തത് മാത്രമാണ് നമ്മൾ നേരിടുന്ന ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അതുമാത്രം പോരാ. നമ്മൾ ഇപ്പോൾ 90% മലയാളികൾ കടക്കെണിയിലാണ്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യുന്നത് UDF വരുമോ, LDF വരുമോ, അതല്ല ഇനി BJP വരുമോ, BJPക്ക് എത്ര സീറ്റ് കിട്ടും, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ചർച്ച ചെയ്യേണ്ടതാണ്. 90% മലയാളി കുടുംബങ്ങളും കടക്കെണിയിലാണ്. ഓക്കെ, അങ്ങനെയൊക്കെ നിരവധി പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു മിന്നലാട്ടം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിഹൃതമാകണമെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ആലോചിക്കണം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥിതി ഏകദേശം വന്നിട്ട് 5000 കൊല്ലമായി. നമുക്ക് എല്ലാവർക്കും തന്നെ പുതിയ മോഡൽ കാറ് വേണം, മൊബൈല്, പുതിയ മോഡൽ സാരി, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വീട് തന്നെയും ഏറ്റവും ലേറ്റസ്റ്റ് രീതിയിലൊക്കെ ഫർണിഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ സാമൂഹ്യ വ്യവസ്ഥയിലെ കാര്യം വരുമ്പോൾ അതങ്ങ് 5000 കൊല്ലം പഴയതായാലും മതി എന്നുള്ളതാണ്. അത് ശരിയായ രീതിയൊന്നുമല്ല. അതാണ് ഈശ്വരൻ പറയുന്നത്. കടം ഓരോരുത്തർക്ക് വിചാരിക്കുന്ന പ്രാർത്ഥിച്ചാൽ അങ്ങ് കടം തീരുമെന്നാ. ഒന്നും തീരത്തില്ല. അതിന് വേറെ മാർഗം നോക്കണം. കാര്യം ഈശ്വരൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നേക്കുന്ന പ്രകൃതി സമ്പത്ത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം ഉപയോഗിക്കുക. അത് ആ വിഷയത്തിലൊക്കെ ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും നമുക്ക് ഈ എത്ര രാശിക്കാർക്ക്, 4 രാശിക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള 8 രാശിക്കാരും അങ്ങ് ഭയങ്കര ദുരിതം വരുമെന്നല്ല. മറിച്ച് അവർക്കൊന്നും ഈ 4 രാശികൾ അത്രയും ഗുണങ്ങൾ കിട്ടുന്നില്ല. അത്രയേ ഉള്ളൂ. അത് മാത്രമല്ല, ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല, ദുരിതങ്ങളൊന്നും തരത്തില്ല. ചിലപ്പോൾ ശരി ആഹാരത്തിന് മുട്ടുവരാം, വസ്ത്രത്തിന് മുട്ടുവരാം, ധനവരവ് തടസ്സപ്പെടാം. അങ്ങനെയൊക്കെയുള്ള നമുക്ക് മറികടക്കാൻ പറ്റുന്ന ചെറിയ ചില പ്രശ്നങ്ങളെ ശുക്രൻ അനുകൂലമല്ലാത്ത ഒരു അവസ്ഥയിൽ വരികയുള്ളൂ. എന്തായാലും നമുക്ക് രാശിക്കാർ 4 പേരുടെ കാര്യം പറയാം. ഒന്നാമത് മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. ഇവർക്ക് 1-ലാണ് വരുന്നത്, ലഗ്നത്തിൽ തന്നെയാണ് വരുന്നത് ശുക്രൻ മേടം രാശിയിൽ. ഓക്കെ, അപ്പോൾ ഇവർക്ക് ശാരീരിക സൗഖ്യം പ്രതീക്ഷിക്കാം, അല്പം സൗന്ദര്യമൊക്കെ കൂടാം. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെയാണ് മേടം രാശിക്ക് സ്പെഷ്യലായിട്ട് അല്പം ആരോഗ്യം മെച്ചപ്പെടും, സൗന്ദര്യവും മെച്ചപ്പെടും. ഓക്കെ, ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ശുക്രനെ കൂടാതെ നിരവധി ഗ്രഹങ്ങൾ അനുകൂലമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ്. അത് മാത്രമല്ല, ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലവുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 4 രാശിക്കാരിൽ തന്നെ ഇടവൻ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ധനവരവ് ഉണ്ടാവുക. ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞു, അതെല്ലാം കിട്ടുന്നത് ഇവർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്. പിന്നെ ഇടവൻ രാശിക്ക് 12-ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് ആണ് വരുന്നത്. അപ്പോൾ വരുന്ന പണം മുഴുവൻ ഇടവൻ രാശിക്കാർ പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം.
എന്ന് പറഞ്ഞാൽ ബാങ്കിൽ കൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ഭാവിയിൽ ഗുണം ചെയ്യുന്ന ചിലവുകൾക്ക് വേണ്ടി വിനിയോഗിക്കാം. കുട്ടികളുടെ പഠിത്തം, അതുപോലെ വിവാഹം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. പക്ഷേ അതൊക്കെ തന്നെ ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഉടനെ അല്ലെങ്കിൽ ഉടനെ തീർച്ചയായിട്ടും ഇളവൻ രാശിക്ക് അസാമാന്യമായിട്ടുള്ള ധനവരം ഉണ്ടാവും. എല്ലാ തരത്തിലും വ്യാഴം, ചൊവ്വ, ബുധൻ, സൂര്യൻ, ശനി, സർപ്പമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ അനുകൂലമാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണെന്ന് മാത്രമല്ല, ഒരു ഗ്രഹം പോലും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. സർപ്പവും ശിഖിയും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. അപ്പോൾ ഇടവൻ രാശിക്ക് ആയിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം. പക്ഷെ അവർക്ക് അത് ചെലവഴിക്കേണ്ടി വരും. പക്ഷെ അത് ഭാവിയിൽ ഗുണം ചെയ്യുന്ന തരത്തിലുള്ള ചെലവഴിക്കലായിരിക്കും അത് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ ഇടവൻ രാശി. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ്. കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്തരം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് 8ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. അപ്പോൾ 8ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്തുവാണ്? ആരോഗ്യം, സൗന്ദര്യം, ആയുസ്, ഇതൊക്കെയാണ്. അപ്പോൾ അവർക്ക് പ്രധാനപ്പെട്ട ശുക്രൻ്റെ അനുഗ്രഹങ്ങൾക്ക് പുറമെ ആരോഗ്യം മെച്ചപ്പെടാം. അത് ഇവർക്ക് മാത്രമല്ല, അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റെ ഗുണഫലം കിട്ടും. ഓക്കെ, കന്നിരാശി. ഓക്കെ, ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ഇവർക്ക് 5ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. 5ാം ഭാവം സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രധാനമായിട്ടും പിതാവ്, പൂർവപുണ്യം, സന്താനങ്ങൾ, പിന്നെ മനസ്സ്. അപ്പോൾ ഇതൊക്കെയാണ്, ഈ പറഞ്ഞ കാര്യങ്ങളിലാണ് ധനുരാശിക്ക് നേട്ടം കിട്ടാൻ പോകുന്നത്. അത് കൂടാതെ ഇവർക്ക് ചൊവ്വ അനുകൂലമാണ്, സർപ്പവും അനുകൂലമാണ്. അപ്പോൾ പൂർവപുണ്യ സ്ഥാനത്ത് ശുക്രനും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും പൂർവിക സ്വത്ത് ലഭിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ പലത് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 4 രാശിക്കാർക്ക് മാത്രമല്ല 12 രാശിക്കാർക്കും നേട്ടം തന്നെ ഉണ്ടാവും. എങ്കിലും ഈ പറഞ്ഞ നമ്മൾ ഈ വശപ്പശകായിട്ട് ഇത് വന്ന് സൂര്യൻ്റെ ശത്രുഗ്രഹമായ സൂര്യൻ്റെ രാശിയിൽ വരുന്നു. പിന്നെ മിത്രഗ്രഹമായ ശനിയുടെ നീചരാശിയിലും വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവം മൊത്തത്തിലൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ, ഈശ്വരൻ പറയുന്നത് അനുസരിക്കുകയും ചെയ്താൽ, ഈശ്വരൻ പറയുന്നത് എന്തുവാണ്? നിങ്ങൾക്ക് എല്ലാം തന്നിട്ടില്ലയോ? പ്രകൃതി സമ്പത്തുകൾ എല്ലാം തന്നിട്ടില്ലയോ? അത് ബുദ്ധിപൂർവ്വം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം ഉപയോഗിക്കുക. അത് നമ്മൾ ചിന്തിക്കുന്ന ഈ ഒരു വിഷയം നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ വെറും 100 ദിവസം കൊണ്ട് ലോകം സമ്പദ് സമൃദ്ധമാക്കാം. ഓക്കെ, അതൊക്കെ വലിയ വിഷയമാണ്. അതൊക്കെ ഞാൻ മറ്റ് ചാനലുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിട വാങ്ങുന്നു. പിന്നെ നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ ഉത്തരം പറയുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഫോൺ വിളിക്കരുത്, പകരം മെസ്സേജ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം കൂടി ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.
ശുഭദിനം.